മലയാളി ആണോ? അതോ മലയാളി കാണുന്നത് ഏറ്റവും സംഭവമാണ്. തുപ്പരുത് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? അവിടെ തന്നെ നീട്ടി തുപ്പുന്നതാണ് ആര്? മലയാളി. ഓക്കെ, അങ്ങനെ ഞാൻ സമയത്ത് ഞാൻ അവിടെ നടന്നുകൊണ്ടിരുന്ന സമയത്തേക്ക് എന്ത് തോന്നി? എന്റെ ബാക്കിൽ ഒരു പട്ടി പിടിക്കുന്നതായിട്ട് എനിക്ക് തോന്നി. തോന്നലല്ല, പട്ടിയുണ്ട്. ഞാൻ നടക്കുന്നതനുസരിച്ച് പട്ടി എന്റെ പിന്നാലെ വരുന്നുണ്ട്. സാധാ മലയാളി എന്ത് ചെയ്യും? പട്ടിയെ കണ്ട കല്ലെടുത്ത് എറി. ഞാനും എറിഞ്ഞു. കല്ലുകൊണ്ട് പട്ടി ഓടി. ഞാൻ സുഖമായിട്ട് നോക്കുന്ന സമയത്ത് ഇച്ചിരി സമയം നോക്കി ബാക്കിൽ ഒരു സൗണ്ട് കേൾക്കുന്നു. നോക്കിയപ്പം ഈ പട്ടി ഒരു 4-5 പട്ടി വിളിച്ചോണ്ട് വരികയാണ് എന്നെ കളിക്കാൻ. ഫ്രണ്ടിൽ നോക്കുമ്പോൾ മറ്റേ ഞാൻ കല്ലെടുത്തെറിഞ്ഞ പട്ടി. ഞാൻ ഒറ്റ ഓട്ടം സ്കൂട്ട് ചെയ്ത് ഓടി വല്യമ്മയുടെ വീട്ടിൽ കയറി. അവിടെ ഇരുന്ന് വെള്ളം എടുത്ത് കുടിച്ച് കിടക്കാമെന്നാണ് ഞാൻ ആലോചിച്ചത്. രണ്ടുപേരെ കിട്ടുമെന്നാണല്ലോ ഞാൻ ആലോചിച്ചത്. പക്ഷേ ഞാൻ കല്ലെടുത്തെറിഞ്ഞ പട്ടി വിചാരിച്ച സമയത്തേക്ക് ഒരു 6-10 പട്ടികളെ കിട്ടി. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ എനിക്ക് 2 പേരെ കിട്ടാൻ എന്താണ് ബുദ്ധിമുട്ട്? ഇത് നടന്ന സ്റ്റോറിയാണ്. ഞാനിത് പലയിടത്തും വർഷങ്ങളായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ശരി, അപ്പൊ നമുക്ക് കഥയിലേക്ക് വരാം. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇത്ര മാത്രമേ ഉള്ളൂ. നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു തീരുമാനം എടുത്തുകൊണ്ട് ഇതിൽ കൂടെ ഞാൻ വിജയിച്ചിട്ടേ അടങ്ങത്തുള്ളൂ എന്ന തീരുമാനത്തിൽ ഫ്രണ്ടിലോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ വിജയം ഉറപ്പ്. നിങ്ങൾ വിചാരിക്കുന്ന കാര്യം ഇവിടെ പറഞ്ഞ് സംസാരിച്ചിട്ടുള്ള ഒരാൾക്കും വേറൊരു ഓപ്പർച്യൂണിറ്റി കിട്ടാത്ത ആൾക്കാരല്ല. പക്ഷേ ഈ ഓപ്പർച്യൂണിറ്റി മറ്റുള്ളതിനേക്കാളും വലുതാണെന്ന് ചിന്തിച്ചത് കൊണ്ട് മാത്രമാണ് എന്ത് ചെയ്തത്? അവരെല്ലാവരും ഇവിടെ വന്ന് സംസാരിച്ചത്. They all are technically and educationally very high standards ഉള്ള ആൾക്കാരാണ് ഇവിടെ വന്ന് സംസാരിച്ചിട്ടുള്ള എല്ലാ ആൾക്കാരും. അപ്പൊ നിങ്ങളൊരു ധാരണ എന്താണെന്ന് പറഞ്ഞാൽ, വിജയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരേ ഒരു സംഭവം എന്താണെന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് ഒരു ഡിഗ്രിയും വേണ്ട ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ. എന്താണ് ബാക്കിനുള്ള സ്പൈനിനുള്ള ഉറപ്പ്. ആ ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് ഈ ബിസിനസ്സിൽ വിജയിക്കാൻ പറ്റും. സാറേ, ഞാൻ വന്നിട്ട് 1 കൊല്ലമായി സാറേ, ഞാൻ ഒന്നും നേടിയില്ല. നീ എത്ര പെർസെന്റേജ് കൊടുക്കുന്നുണ്ടോ? അതില്ല, കിട്ടും. സർ, ഇവിടെ നിൽക്കുന്ന ഓരോ ഡയമണ്ട്സിലേക്ക് എത്തിയ ആൾക്കാരെ നിങ്ങളൊന്ന് പഠിച്ച സംസാരിച്ച് നോക്കൂ. അവര് ഏത് സമയവും ഏത് രാത്രിയിലും ആരെടുത്ത് പ്രസന്റേഷൻ കൊടുക്കാനും ഒരു മടിയുമില്ലാത്ത ആൾക്കാരാണ്. അങ്ങനെയുള്ള ആൾക്കാരാണ് ഇവിടെ വിജയിച്ചിട്ടുള്ളത്. നിങ്ങളും അത് ചെയ്താൽ, ഞാൻ പറഞ്ഞു, ചെയ്തില്ലെങ്കിൽ നഷ്ടം ആർക്കാണ്? എഞ്ചിനീയർ ആണ്. ഇപ്പോ 40,000 രൂപ സാലറിയുണ്ട് സാറേ. ഞാൻ എന്തിന് ഇത് ചെയ്യണം? ഒരു കുഴപ്പമില്ല. AI വന്നിട്ടുണ്ട്. എന്തുണ്ട്? സോഫ്റ്റ്വെയർ എഞ്ചിനീയറെ വേണ്ട. ആര് തരും? സോഫ്റ്റ്വെയർ ഉണ്ടാക്കി തരും. AI ഉണ്ടാക്കി തരും. എന്ത് സംഭവിക്കും? ഇന്നത്തോളം 40,000 എന്ത് സംഭവിക്കും? അടുത്ത മാസം എന്ത് സംഭവിക്കും? ഉള്ള കാര്യം നേരിട്ട് പറയാ, അല്ലാതെ ഒന്നും തോന്നരുത്. മണികണ്ഠൻ കനികുടിയിൽ പുള്ളി വിപ്രോയിൽ എഞ്ചിനീയർ ആയിരുന്നു, ഓസ്ട്രേലിയയിൽ. ഏതോ സമയത്ത് പുള്ളിക്കാരനോട് നേർബുദ്ധി തോന്നി, എന്നാൽ അത് കളയാം. വീട്ടുകാർ വെച്ചോ, ഭാര്യ കൂടെ നിന്ന്, ബാക്കിയുള്ള ആൾക്കാരും പുള്ളിയെ എതിർത്തു. പക്ഷെ പുള്ളിക്കാരൻ നട്ടല് വെച്ച് നിന്നു. അതുകൊണ്ട് കൂടെയുള്ള പല ആൾക്കാരുടെയും ജോലി പോയിട്ടും പുള്ളിക്ക് കുഴപ്പമില്ല. പുള്ളി ഇന്ന് സക്സസ്ഫുൾ ആയിട്ട് ബെൻസ് ഓടിച്ച് നടക്കുന്നു. Decision decides your destiny. Decision decides your destiny. അതുകൊണ്ട് ഞാൻ പറയാൻ വിളിക്കുന്ന ആൾക്കാരെ, നിങ്ങളുടെ മക്കളുണ്ടെന്നുണ്ടെങ്കിൽ മക്കളെ കൊണ്ടുവരണം. നിങ്ങളാണ് വിളിക്കുന്നെങ്കിൽ, നിങ്ങൾ ചെറുപ്പമാണെങ്കിൽ, കൊച്ചു പയ്യനാണെങ്കിൽ നിങ്ങൾ കളത്തിലിറങ്ങണം. കാരണം വേറെ ഒരു ബിസിനസ്സും നമുക്ക് ഇതിനേക്കാൾ നല്ലതില്ല എന്നുള്ളൊരു ബോധ്യം നമുക്ക് വേണം. ശരി, ഫൈൻ. സോ എന്റെ സെഷൻ ഈസ് ഫോളോ അപ്പ് ആണ്. പെട്ടെന്ന് തീർക്കും.